ഹേ എവ്രിവൺ, അപ്പോൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് നോമ്പ് തോർക്ക് പോകുകയാണ് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഈ കൊല്ലത്ത് നോമ്പും കഴിഞ്ഞല്ലേ, എത്ര പെട്ടെന്ന് തീർന്നത്. തുടങ്ങിയതേ ഓർമ്മയുള്ളൂ, ഇപ്പം അതാ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞതുപോലെ ഷിൻകാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന് നോമ്പ് തുറ. അപ്പോൾ ഷിൻകാൻ്റെ വേറൊരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. 5:45 കേട്ടോ ബാങ്ക്. നമ്മളവിടെ 5:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്നൊക്കെ വിചാരിച്ചതാട്ടോ, പക്ഷേ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മളെ കടത്തി വെട്ടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സൊക്കെ ഓരോരുത്തരും കൊണ്ടുവരുന്നത് കൊണ്ട് പ്ലേറ്റ് ഒന്നും അങ്ങോട്ട് ഫില്ലല്ല കേട്ടോ. നമ്മൾ മെയിൻ കോഴ്സിലേക്കുള്ള കറിയായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരും വരുന്നതിനനുസരിച്ച് ഇവിടെ ഫില്ലായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുമ്പോഴേട്ടോ ബാക്കി പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അധികം ഡെക്കറേഷനിലേക്കൊന്നും നിന്നില്ല കേട്ടോ. ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് അപ്പം തന്നെ സ്നാക്സ് കഴിക്കലുകൊണ്ടാണ് കേട്ടോ ഒരു ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇല്ലാത്തത്. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് എല്ലാവരും പ്രെയർ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സിലേക്കുള്ള ദമ്മ് പൊട്ടിക്കലാണ് കേട്ടോ. ഈ റംസാനിൽ ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഞാനും ഷിനും ഒപ്പരമുള്ള ഒരു ഫസ്റ്റ് ഫുൾ മന്ത് റംസാനാണിത്. ഈ കഴിഞ്ഞ റംസാനൊക്കെയും നമ്മൾ അക്കരെ ഇക്കരെ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നെങ്കിലും പെരുന്നാൾ തലേന്ന് വരിക അങ്ങനെയൊക്കെ ആയിരുന്നു. വീട്ടിലാണെങ്കിലും എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. ഈ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാകുമെന്ന് കേട്ടില്ലേ, അതന്നെ. അപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു റംസാന് അധികം ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോ വർത്തമാനങ്ങളൊക്കെ പറയലും പിന്നെ മക്കളുടെ ഡാൻസും അതുപോലെ കരച്ചിലും പിന്നെ അവരൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് 1-2 ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടി ഏതായാലും അടിപൊളിയായി കഴിഞ്ഞു. ഇനി ബിരിയാണീൻ്റെ എഫക്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.